കോൺഗ്രസ് ജെഎംഎം ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സ്വന്തം കുടുംബത്തിന്റെ വികസനത്തിൽ മാത്രമാണ് ശ്രദ്ധയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിക്കും ബിജെപിക്കും രാജ്യമാണ് കുടുംബം. ജാർഖണ്ഡിൽ ബിജെപിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിലേറും. ഫലപ്രഖ്യാപനത്തിന് ശേഷം ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇപ്പോഴേ ജനങ്ങളെ ക്ഷണിക്കുകയാണെന്നും നൽകുന്ന വാഗ്ദാനങ്ങൾ ബിജെപി പാലിക്കുമെന്നും ജാർഖണ്ഡിൽ ദിയോഘറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം പറഞ്ഞു. आपके इस प्यार के लिए ये दिखाता है कि झारखंड के लोग जेएमएम सरकार को हटाने में कोई कोर कसर बाकी नहीं छोड़ रहे हैं। आपको निमंत्रण देने के लिए आया हूं, न्योता देने के लिए आया हूं। 23 तारीख को चुनाव के नतीजे के बाद कुछ ही दिनों में बीजेपी एनडीए की सरकार का शपथ समारोह होगा। मैं आप सबको न्योता देने आया हूं उस शपथ समारोह के लिए। ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബിജെപി അല്ലേ? കാരണം അദ്ദേഹം ഇപ്പോൾ തന്നെ ജനങ്ങളെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ കുടുംബാധിപത്യത്തെ കൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ജാർഖണ്ഡിൽ കോൺഗ്രസിനെയും ജെഎംഎമ്മിനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ നിലവിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബിജെപി എൻഡിഎ ക്യാമ്പ് ഉള്ളത്. ഇത്തവണ ജാർഖണ്ഡിൽ ജെഎംഎം സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് ബിജെപി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന വലിയ പ്രഖ്യാപനമാണ് ബിജെപി നേതാക്കളെല്ലാം തന്നെ നടത്തിയിരുന്നത്. അതിൽ നിന്നൊരു പടി കൂടി കടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നടക്കാനിരിക്കുന്ന ബിജെപി എൻഡിഎ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇന്ന് ജനങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തീർച്ചയായും ജാർഖണ്ഡിൽ ബിജെപിയുടെ സർക്കാരായിരിക്കും അധികാരത്തിലെത്തുക. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇപ്പോഴേ ജനങ്ങളെയെല്ലാം ക്ഷണിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ കുടുംബാധിപത്യത്തെ പരിഹസിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. കോൺഗ്രസും ജെഎംഎമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് അവരുടെ കുടുംബം എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ള ശ്രദ്ധയാണ്. അതിനാണ് അധികാരത്തിലേറുമ്പോഴും അല്ലാത്തപ്പോഴും കുടുംബം വികസിപ്പിക്കാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശ്രമിക്കുന്നത്. എന്നാൽ ബിജെപിക്കും മോദിക്കും രാജ്യം മുഴുവൻ കുടുംബമാണെന്നും രാജ്യത്തിന്റെ വികസനമാണ് പ്രാധാന്യമെന്നുള്ളതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് ജോലി ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങൾ ജാർഖണ്ഡിൽ ബിജെപി നൽകിയിട്ടുണ്ട്. നൽകുന്ന വാഗ്ദാനങ്ങൾ ബിജെപി പാലിക്കും എന്ന ഉറപ്പും പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസ് ജെഎംഎം ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സ്വന്തം കുടുംബത്തിന്റെ വികസനത്തിൽ മാത്രമാണ് ശ്രദ്ധയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചിരിക്കുകയാണ്. മോദിക്കും ബിജെപിക്കും രാജ്യമാണ് കുടുംബം. ജാർഖണ്ഡിൽ ബിജെപിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിലേറുമെന്നും ഫലപ്രഖ്യാപനത്തിന് ശേഷം ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇപ്പോഴേ ജനങ്ങളെ ക്ഷണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.